പണ്ടൊക്കെ എനിക്ക് തോന്നില്ലേ ലോകം നന്നാക്കണം അല്ലെങ്കിൽ ലൈക്ക് അങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു, കുറെ ആൾക്കാർ രക്ഷിക്കണം. പക്ഷെ എനിക്കിപ്പോ അതാണ്. പക്ഷെ എനിക്കിപ്പോ ആ സാധനമൊന്നുമില്ല. ഇപ്പൊ അഫീഫ് പറഞ്ഞതിനോട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഗ്രോ ചെയ്യാന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മളൊരു നാളെ നീക്കുമ്പോൾ ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട് നീക്കുക എന്നുള്ളത്. അപ്പൊ നമ്മളെ ചുറ്റുമുള്ള സാധനങ്ങളും അതിനനുസരിച്ചിട്ട് ജീവിച്ചാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ശരിക്കും എന്റെ ഓൺ ജേണിന്ന് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഹൈൻസൈറ്റ് പോലെ ഞാൻ ആപ്പ് ഉണ്ടാക്കിയപ്പോ എനിക്ക് എല്ലാവർക്കും ആ ഫണ്ട് കിട്ടിയപ്പോ അത് എല്ലാവർക്കും ഉണ്ടാക്കണം വെച്ചിട്ടാണ് ഞങ്ങൾ ടിങ്കറബ് സാധനം തുടങ്ങിയത്. അപ്പൊ ടിങ്കറബ് തുടങ്ങി ഞങ്ങൾ കുസാറ്റിൽ സക്സസ്ഫുൾ ആയപ്പോൾ ബാക്കിയുള്ള പിള്ളേർക്ക് ഈ ഫണ്ട് കിട്ടണമെന്ന് വെച്ചിട്ടാണ് ബാക്കിയുള്ള കോളേജിൽ എനേബിൾ ചെയ്ത്. എന്റെ റീസെന്റ് കണ്ടുപിടുത്തം വെച്ചിട്ടുണ്ടെങ്കിൽ ടിങ്കറബ് തുടങ്ങി ഒരു ഫൗണ്ടറൊക്കെ ആയി. ഇപ്പൊ എസ്പെഷ്യലി ഒരു ഇമ്പാക്ട് ഓർഗാൻ എന്നുള്ള റെക്കഗ്നൈസേഷനും കുറെ ആൾക്കാരെ കൂടി കാണാനും പരിചയപ്പെടാൻ കൊളീഗ്സ് ആർ ഫാമിലി എന്ന് പറയുന്ന സാധനമുണ്ട്. ഞാൻ അതൊരു ബിഗ്ഗസ്റ്റ് സ്കാമാണ്. എന്റെ കൊളീഗ്സ് എന്റെ ഫാമിലി 3 ഇയർ മുന്നേ എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്നവര്, ഞങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് വർക്ക് ചെയ്ത് വന്നവരാണ്. എല്ലാവരും കൂടുതലും ഈ പറയുന്ന ഇതിനെ ഭയങ്കര പവിത്രമായിട്ട് കാണുന്ന, അല്ലെങ്കിൽ ഇതിനെ കാശ് മേടിച്ച് ചെയ്താൽ അത് തെറ്റാണെന്ന് കാണുന്ന, ഇവർ കുറച്ച് വില കൂടിയ ഭക്ഷണം കഴിച്ചാൽ, വില കൂടിയ കാർ ഉപയോഗിച്ചാൽ അത് തെറ്റാണെന്ന് കമ്മ്യൂണിറ്റി വിചാരിക്കുന്ന, സെൽഫായിട്ട് അവർ തന്നെ വിചാരിക്കുന്ന കൈൻഡ് ഓഫ് ആളുകളാണ് ഈ പറയുന്ന ആഫീഫ് പറഞ്ഞ ഒരു കാറ്റഗറി ഓഫ് ആളുകൾ, നല്ലൊരു ശതമാനവും. അപ്പം ആ കുട്ടികൾക്കിടയിലേക്ക് ആ ഒരു ഗ്യാപ്പ്, ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് അഡ്രസ് ചെയ്യാൻ ഒരു പക്ഷേ ഇപ്പൊ നമുക്ക് ആ റിയലൈസേഷൻ വന്നു ഇവഞ്ച്വലി ആണെങ്കിലും, അത് നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ കുറച്ചധികം ആളുകൾ ആസ് എ പ്രൊഫഷൻ, അതോടൊപ്പം നമുക്ക് പോളിസി തലത്തിൽ ചേഞ്ച് വേണം, അതോടൊപ്പം ആവശ്യമുള്ള റിസോഴ്സസ് ക്രിയേറ്റ് ചെയ്യണം. ആദ്യം ഇതൊരു ഞാൻ സോഷ്യൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എന്റെ ചോയ്സ് ആണ്. ഇതുകൊണ്ട് എനിക്ക് സമാധാനം കിട്ടുന്നുണ്ട്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്, എനിക്ക് സാലറി കിട്ടുന്നുണ്ട്, എന്റെ ലൈഫ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്. അതൊരു സൈഡ്. അതുപോലെ ഞാൻ ഭാഗവാക്കുകളുടെ കമ്മ്യൂണിറ്റികളും മറ്റും ഇതുപോലെ ആളുകൾക്ക് എക്സ്പോഷർ കൊടുക്കുക. ബാക്കി സെലക്ട് ചെയ്യാനുള്ള ചോയ്സ് ആളുകളുടെ. നമ്മൾ ആക്ച്വലി കേരളത്തിൽ ഇമ്പാക്ട് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ബഞ്ച് ഓഫ് ഫ്രണ്ട്സ് എന്നൊക്കെ വേണ്ടി പറയാം. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുന്ന കാര്യം ലൈക്ക് വൈ വി ആർ വർക്കിംഗ് ഇൻ ദി സെക്ടർ, അല്ലെങ്കിൽ ഫോർ വാട്ട് വി ആർ വർക്കിംഗ് എന്നുള്ളൊരു ജനറൽ ആസ്പെക്റ്റിൽ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് വൈസ് എന്താണ് പറയാനുള്ളത് എന്നുള്ളൊരു ആലോചിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യുന്നത് ഇപ്പം കേരളയിൽ ഒരു പെർട്ടിക്കുലർലി ഒരു ആക്ടിൻ്റെ മേലെ, അപ്രന്റീഷിപ്പ് ആക്ടിൻ്റെ മേലെ വർക്ക് ചെയ്യുന്ന ഒരു പോളിസി മാനേജിങ് യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഐഡിയലി സ്പീക്കിംഗ് ലൈക്ക് ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിൽ റാൻഡം ആയിട്ടുള്ള 1-2 പ്രോജക്റ്റുകളിലാണ് മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇതുപോലെ ഇവരെല്ലാവരും അതുപോലെ റാൻഡം ആയിട്ടുള്ള ഏരിയാസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കോമൺലി കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇമ്പാക്ട് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. മെഹർ ലൈക്ക് എന്തിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ടിങ്കറബ് ഫൗണ്ടേഷന്റെ കോ ഫൗണ്ടറാണ്. ഞാൻ ശരിക്കും എഞ്ചിനീയറാണ്. ഞാൻ ആപ്പ് ഉണ്ടാക്കി, പണി അറിയുന്ന എഞ്ചിനീയർ എന്ന് വെച്ചാൽ ആപ്പ് ഉണ്ടാക്കിയും കൂടിയും ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്താ. പിന്നെ നമ്മളിങ്ങനെ ഒരു കുഞ്ഞ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കി കുസാറ്റിൽ വെച്ചിട്ട്. പിന്നെ അത് ഇവഞ്ച്വലി ഗ്രോ ചെയ്തു. ഒരു 2-3 years കഴിഞ്ഞപ്പോൾ ഫുൾ ടൈം ടിങ്കറബിലേക്ക് ജോയിൻ ചെയ്തു. ഈ മേ ബി 1-2 year ഒക്കെ മുമ്പൊക്കെ നമ്മളൊരു ഇമ്പാക്ട് ഓർഗനൈസേഷൻ ആണെന്നുള്ളൊരു ആംഗിളിൽ വന്ന് ഇതുവരെ നമ്മളൊരു കമ്മ്യൂണിറ്റി എന്നുള്ളൊരു ആംഗിളിലേക്കാണ് മോസ്റ്റ്ലി ഉണ്ടായിരുന്നത്. അപ്പൊ അതാണ് ഒരു ബ്രീഫ്. അപ്പൊ ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ഇമ്പാക്ട് ഫൗണ്ടർ ആണ് എന്നുള്ളൊരു പെർസ്പെക്റ്റീവില് കുറെ കൂടി സാധനങ്ങൾ ലേൺ ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവ് കണ്ടു തുടങ്ങിയത്. ഓക്കെ, എൻ്റെ പേര് ഇജാസ് എന്നാണ്. ഞാൻ ഇഗ്നൈറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ്റെ കോ ഫൗണ്ടറാണ്. അപ്പോൾ ഞങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു ലീഡർഷിപ്പ് ഗ്യാപ്പ് നിലനിൽക്കുന്നുണ്ട്. അപ്പം സോഷ്യൽ ചേഞ്ചിന് ആ ലീഡർഷിപ്പ് ഗ്യാപ്പ് അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ ചേഞ്ച് കുറച്ചുകൂടെ അഗ്രസീവായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നടക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. സോ അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പ്രോഗ്രാംസ് ആണ് ഇഗ്നൈറ്റിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കഴിഞ്ഞ ഒരു 6 വർഷത്തോളമായിട്ട് ചെയ്തു വരുന്നത്. സോ മെഹർക്ക് എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ഒരു മെയിൻ പർപ്പസ് ഓഫ് ലൈഫ് തന്നെ ഫിഗറിങ് ഔട്ട് എന്നുള്ളതാണ്. അപ്പം ഞാൻ 2015 എഞ്ചിനീയറിങ്, അത് കഴിഞ്ഞിട്ട് വർഷങ്ങളോളം ഇപ്പം ഒരുപാട് ഓർഗനൈസേഷൻസ്, iLab, ടിങ്കറബ്, ഇതിൻ്റെയൊക്കെ പാർട്ടായിട്ട് ഫിഗറിങ് ഔട്ടിലായിരുന്നു. പിന്നെ ഒരു 4 വർഷത്തോളം പ്രൊജക്ടിഫൈഡ് കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായി. നമ്മൾ സ്കൂൾസ് വിത്തൗട്ട് ടീച്ചേഴ്സ്, എക്സാംസ്, കരിക്കുലംസ്. സോ ഇറ്റ് ടേക്ക് എ വില്ലേജ് ടു റേസ് എ ചൈൽഡ് എന്ന് പറയുന്ന പോലെ കമ്മ്യൂണിറ്റി ലേണിംഗ് സ്പേസുകളിൽ നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പം അതായിരുന്നു ഒരു 4 വർഷത്തോളം. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് സ്റ്റോറി ടെല്ലിങ്ങിലാണ് ഞാൻ ഒന്നുകൂടി എനിക്കിഷ്ടപ്പെട്ട മേഖല. സോ ദ വേൾഡ് നീഡ് മോർ സ്റ്റോറി ടെല്ലേഴ്സ് എന്നുള്ളതാണ് ഇപ്പം ഞാൻ ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
കമ്മ്യൂണിറ്റിന്റെ ഒരു ഔട്ട്കം അല്ലേ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഔട്ട്കം ഉണ്ടാക്കിക്കൂടെ? ലൈക്ക് ഇഫ് യു ആർ ബിൽഡിങ് എ കമ്മ്യൂണിറ്റി, അതിന്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന പോലെ നമുക്ക് ഇമ്പാക്ട് കാണാൻ പറ്റില്ലേ? നല്ല ചോദ്യം, എനിക്ക് എന്ന് മനസ്സിലായി. അതായത് നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അതിനൊരു ഇമ്പാക്ട് ഉണ്ടാവില്ലേ? ലൈക്ക് ഇഫ് യു ആർ ബിൽഡിംഗ് എ കമ്മ്യൂണിറ്റി ഓൺ എ പേർപ്പസ്, ലൈക്ക് ദർ വിൽ ബി ആൻ ഇമ്പാക്ട്, റൈറ്റ്? അപ്പം ഇപ്പം മെഹർ പറഞ്ഞത് ഒരു ലാസ്റ്റ് 2 yearsലാണ് നമ്മളൊരു കമ്മ്യൂണിറ്റിനേക്കാൾ അപ്പുറം ഒരു ഇമ്പാക്ട് ഓറിയന്റഡ് ആണെന്ന് മനസ്സിലായത് എന്ന് പറയുമ്പോൾ, അപ്പം ഫൈൻ, അതൊരു ഫിഗറിങ് ഔട്ട് സ്റ്റേജ് ആയിരിക്കും. പക്ഷെ എന്നാലും അത് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് അല്ലേ എന്ന് ഞാൻ വിചാരിക്കുന്നത്. കമ്മ്യൂണിറ്റിന്റെ ഔട്ട്പുട്ടാണ്. കമ്മ്യൂണിറ്റി ഉണ്ടാക്കുമ്പോൾ എനിവേസ് ഒരു ഇമ്പാക്ട് ഉണ്ടാവും അല്ലേ? അത് നാച്ചുറലി ഇവോൾവ് ആയി ബേസിക്കലി അതായത് ഉദ്ദേശിച്ചത് അതാണെന്ന് എനിക്കറിയില്ല. അതായത് നമ്മൾ ഓരോരുത്തരും ഇപ്പം കോളേജ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ നമ്മളുടെ ഒരു ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ നമ്മൾ പല രീതിയിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കമ്മ്യൂണിറ്റീസിൻ്റെ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു. അപ്പം എൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഞാൻ NSSൻ്റെ പാർട്ടായിട്ട് വളരെ ലൈവായിട്ട് നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യും. അതിൻ്റെ പല തലങ്ങളിൽ പല രീതിയിലുള്ള പ്രൊജക്റ്റുകൾ ചെയ്യും. അതോടൊപ്പം തന്നെ അടുത്തൊരു സ്റ്റേജിൽ നാട്ടിൽ ഈ ആളുകൾക്കുള്ള ചികിത്സാ സഹായം കാര്യങ്ങൾ, അങ്ങനെ ഒരു ചാരിറ്റി എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട്, പാലിയേറ്റീവിൻ്റെ ഭാഗമായിട്ട് വരികയും അടുത്തൊരു സ്റ്റേജിലേക്ക് എനിക്ക് മറ്റൊരു തരത്തിലുള്ള എക്സ്പോഷർ നമ്മുടെ ഇന്ത്യയിലെ മറ്റ് ചെറിയ ഗ്രാമങ്ങൾ, പ്രത്യേകിച്ച് രാജസ്ഥാനിലെ ഒരു ഗ്രാമത്തിൽ കുറച്ചു കാലം ജീവിക്കാനുണ്ടായ ഒരു സാഹചര്യത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് എൻ്റെ ലൈഫിനെ കുറച്ചുകൂടെ സസ്റ്റൈനബിലിറ്റി എന്നുള്ള വേർഡായാലും ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ലൈഫ് എന്നുള്ള സാധനമാണെങ്കിലും അങ്ങനെ മറ്റു തലത്തിൽ നിന്നുകൊണ്ട് മനുഷ്യന്മാരെ കാണാനും അവരുടെ പ്രശ്നങ്ങളും ആസ് എ കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ കാണാനും ഒക്കെ ആ ഒരു ജേണിയിൽ കൂടെ പറ്റുകയും വീണ്ടും അതിൽ നിന്ന് എന്താ പറയുക അതിൻ്റെ ഈ പറഞ്ഞ ഒരു ഇവോൾവിങ് എന്നൊക്കെയുള്ള ഒരു സ്റ്റേജിൽ ഓരോ തലങ്ങളിലേക്ക് നമ്മളുടെ ഓരോ എക്സ്പോഷറിനനുസരിച്ച് നമ്മൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചിട്ട് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ആസ് ആൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ നമ്മൾ ആസ് എ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്റ്റിലും ആ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ചാരിറ്റി ടൈമിൽ ഉണ്ടായിരുന്നത് നമ്മൾ ഗിവിങ് അല്ലെങ്കിൽ നമ്മൾ ഒരു പോയിന്റിൽ ചെയ്യുക. എന്നാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ യങ് ലീഡേഴ്സിനെ കമ്മ്യൂണിറ്റികളിൽ സപ്പോർട്ട് ചെയ്യുക, അവരുടെ ശ്രമിക്കായിട്ട്. അപ്പം നമ്മളുടെ എക്സ്പോഷർ കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ച് കമ്മ്യൂണിറ്റിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്റ്റും നമുക്ക് അതിനനുസരിച്ച് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും എന്നാണ് തോന്നുന്നത്. സോ നമ്മളെപ്പോലുള്ള കൂടുതൽ എന്താ പറയുക ലീഡേഴ്സ് അല്ലെങ്കിൽ ചേഞ്ച് മേക്കേഴ്സ് ഓരോ കമ്മ്യൂണിറ്റിയിൽ ആവശ്യമാണ്. അപ്പം നമ്മൾ ആസ് എ ഗ്രൂപ്പ് നമ്മൾ ഇവഞ്ച്വലി ഫോം ചെയ്യപ്പെട്ടതാണ് ഈ ഗ്രൂപ്പ്. അപ്പോൾ ഈ ഗ്രൂപ്പ് കൊണ്ട് നമുക്ക് കൂടുതൽ പേരെ നമ്മളൊന്നുകൂടെ പ്ലാൻ ചെയ്ത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ചേഞ്ച് മേക്കേഴ്സിനെ നമുക്ക് ഈ പറയുന്ന കമ്മ്യൂണിറ്റിയിലെ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കൊണ്ടുവരാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ചലഞ്ചസിനെ പറ്റിയിട്ടും അതിൻ്റെ പോസിബിലിറ്റീസിനെ പറ്റിയതൊക്കെ നമുക്ക് സംസാരിച്ച് നോക്കാം. പക്ഷെ ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ആത്യന്തികമായിട്ട് ഇത് കുറേയൊക്കെ വ്യക്തിപരമായിട്ടുള്ള സാധനമാണ്. ഇപ്പൊ എനിക്ക് ഒരുപാട് സാധനങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പൊ അതുവഴി എനിക്ക് ഒരു സന്തോഷവും സമാധാനം കിട്ടുന്നുണ്ട്. പിന്നെ അതൊരു പ്രൊഫഷനായിട്ട് എടുക്കുമ്പം അതുവഴി എനിക്ക് ജീവിക്കാനുള്ള വകുപ്പ് വന്ന് കിട്ടുന്നുണ്ട്. സോ കമ്മ്യൂണിറ്റീനെ പറ്റി പറയുമ്പം ഞാനും കൂടി അടങ്ങുന്നതാണല്ലോ ഈ കമ്മ്യൂണിറ്റി. സോ ഇത്തരം കാര്യങ്ങളിൽ ഞാൻ ഇടപെടുമ്പോൾ എനിക്ക് ഗ്രോത്ത് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് ഫിനാൻഷ്യലി ഇതിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത് അതുവഴി ഓരോ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുമ്പം എൻ്റെ ഗ്രോത്തും കൂടെ വരുന്നു, അത് കമ്മ്യൂണിറ്റിയുടെ ഗ്രോത്ത് ആണല്ലോ. അങ്ങനെ ഇത് എനിക്ക് അതിൻ്റെ ഒരു ഫ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി വ്യക്തിപരമാണ്. പക്ഷേ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. ഐ മീൻ വെച്ചാൽ നമ്മൾ പോയിട്ട് ആരെങ്കിലും സഹായിക്കാന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് മാറുന്നത് എങ്ങനെയാണെന്നാണല്ലോ ഇപ്പൊ ഈവൻ ഇജാസ് ആണെങ്കിലും പറഞ്ഞത്. അത് ഐ ടോട്ടലി എഗ്രി. എനിക്ക് അഫീഫ് പറഞ്ഞതിനോട് കണക്ട് ചെയ്യാനുള്ളത്, പണ്ടൊക്കെ എനിക്കൊരു തോട്ടില്ലേ ലോകം നന്നാക്കണം അല്ലെങ്കിൽ ലൈക്ക് അങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു, കുറെ ആൾക്കാർ രക്ഷിക്കണം. പക്ഷെ എനിക്കിപ്പോ അതാണ്. പക്ഷെ എനിക്കിപ്പോ ആ സാധനമൊന്നുമില്ല. ഇപ്പൊ അഫീഫ് പറഞ്ഞതിനോട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഗ്രോ ചെയ്യാന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മളൊരു നാളെ നീക്കുമ്പോൾ ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട് നീക്കുക എന്നുള്ളത്. അപ്പൊ നമ്മളെ ചുറ്റുമുള്ള സാധനങ്ങളും അതിനനുസരിച്ചിട്ട് ഗ്രോ ആകും. അല്ലെങ്കിൽ നമ്മൾ അതുപോലത്തെ ഒരു കമ്മ്യൂണിറ്റിന്റെ അകത്താണ് അല്ലെങ്കിൽ പീപ്പിൾ സറൗണ്ടഡ് ആണെങ്കിൽ നമ്മളും ഗ്രോ ചെയ്യും. ദ പീപ്പിൾ വിൽ ബി, നമ്മൾ ടുഗെദർ നമ്മൾ ഒരുമിച്ച് വളരും എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ലോകം നന്നാക്കുക എന്നുള്ള പെർസ്പെക്റ്റീവ് നമുക്ക് കുറച്ച് മാറ്റി വെക്കാൻ പറ്റും. എനിക്ക് എക്സ്ട്രീംലി ലൈക്ക് ഇന്നലെ മറ്റേ ഇത് കണ്ടില്ല, നമ്മൾ ടിങ്കറിന്റെ ട്രെയിലർ കണ്ടില്ലേ? അപ്പൊ അതിൽ ഞാൻ എന്റെ ആകെ കൂടി ഒരു സെന്റൻസ് അല്ലോ അത് ഇതാണ്,
നമ്മളേക്ക് ചില്ല് ചെയ്യണ നമ്മളെ സെറ്റ് ഓഫ് ആൾക്കാർ വേണം. ഇവന്മാരൊക്കെ മര്യാദക്ക് ജീവിച്ചാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് ശരിക്കും എന്റെ ഓൺ ജേണിന്ന് ഭയങ്കരമായിട്ട് അത് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഹൈൻസൈറ്റ് പോലെ ഞാൻ ആപ്പ് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് എല്ലാവർക്കും ആ ഫണ്ട് കിട്ടിയപ്പോൾ അത് എല്ലാവർക്കും ഉണ്ടാക്കണം വെച്ചിട്ടാണ് ഞങ്ങൾ ടിങ്കറബ് സാധനം തുടങ്ങിയത്. അപ്പൊ ടിങ്കറബ് തുടങ്ങി ഞങ്ങൾ കുസാറ്റിൽ സക്സസ്ഫുൾ ആയപ്പോൾ ബാക്കിയുള്ള പിള്ളേർക്ക് ഈ ഫണ്ട് കിട്ടണം വെച്ചിട്ടാണ് ബാക്കിയുള്ള കോളേജിൽ എനേബിൾ ചെയ്ത്. എന്റെ റീസെന്റ് കണ്ടുപിടുത്തം വെച്ചിട്ടുണ്ടെങ്കിൽ ടിങ്കറബ് തുടങ്ങി ഒരു ഫൗണ്ടറൊക്കെ ആയി ഇപ്പൊ എസ്പെഷ്യലി ഒരു ഇമ്പാക്ട് ഓർഗാൻ എന്നുള്ള റെക്കഗ്നൈസേഷനും കുറെ ആൾക്കാരെയും കൂടി കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റി. അപ്പോഴാണ് നമുക്കൊന്ന് മേ ബി ഒരു കുഞ്ഞ് റിസോഴ്സോ കണക്റ്റോ അല്ലെങ്കിൽ മേ ബി ഈ ഒരു ഫൺ ഓഫ് ഡൂയിങ് എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര മീനിങ് ഫുൾ ആയ സാധനങ്ങൾ ചെയ്തിട്ട് ജീവിക്കാൻ പറ്റുന്നത് അങ്ങനത്തെ ആൾക്കാരുടെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു വെരി ബിഗ് ഡീൽ. അപ്പം മേ ബി നമ്മൾ ഈ കോൺവെർസേഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കുന്നത് അതുകൊണ്ടാണ്. രണ്ടാമത് എനിക്ക് തോന്നുന്നത് എനിക്ക് ഈ പോയിന്റിൽ എനിക്ക് അതാ ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ ടിങ്കറബ് നടക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആകും. അത്രയും തന്നെ ഇമ്പോർട്ടന്റ് ആണ് വേറെ ആൾക്കാർ വന്ന് ഇതുപോലത്തെ സാധനങ്ങൾ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഇതൊരു ഇതൊരു വർക്ക് ചെയ്യണം മോഡലാന്നുള്ളൊരു തോട്ട് വരുമ്പോഴല്ലോ ആൾക്കാർ അതുപോലെ സാധനം റെപ്ലിക്കേറ്റ് ചെയ്യില്ല. ബട്ട് സ്റ്റിൽ അവർ ഓൺ മോഡലില് പല സ്ഥലങ്ങളിൽ പോയിട്ട് മേ ബി ഒരു ചാരിറ്റി എന്നുള്ള മോഡലിനെക്കാട്ടി ഒരു സോഷ്യൽ എന്റർപ്രൈസ് ആണ്. ഈവൻ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് മേ ബി ദ റൈറ്റസ്റ്റ് വേർഡ്. നമ്മളിപ്പം അത് മെഹർ പറഞ്ഞില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ റിയലൈസ് ചെയ്ത് ഇപ്പോഴാണെങ്കിൽ കൂടി ഇപ്പൊ മെഹർ ടിങ്കർ ഹബ് സ്റ്റാർട്ട് ചെയ്തു. അതിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ ഐക്യം വന്നു. അപ്പം അതിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഞങ്ങൾ വളരെ ചെറുതാണെങ്കിൽ പോലും നമ്മളുടെ ഒരു സ്പേസ് ഞങ്ങൾ വർക്കല സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇത് മൂന്ന് ആംഗിളിൽ കമ്മ്യൂണിറ്റിയിൽ 3 രീതിയിൽ നിൽക്കുന്ന ഓർഗനൈസേഷൻസ് ആണ്. അല്ലെങ്കിൽ പക്ഷെ ഇതിന്റെയൊക്കെ ഉണ്ടല്ലോ ഇതിന്റെയൊക്കെ കോർ വാല്യൂ അല്ലേ അത് വളരെ സിമ്പിളാണ്. ആളുകൾക്ക് സ്വയം കണ്ടെത്താൻ ഒരു സേഫ് സ്പേസ് വേണം, അത് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഇത് 3ന്റെയും കോർ വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റിയിൽ എനിക്ക് മനസ്സിലായ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നിപ്പം ഞാനൊരാൾ ഒറ്റയ്ക്ക് ഓടിച്ചാൽ നടക്കുന്ന അല്ലെങ്കിൽ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ അല്ലെങ്കിൽ എനിക്ക് ലോകത്ത് ചെയ്യാൻ പറ്റുന്ന എൻ്റെ സന്തോഷത്തോടെ ചെയ്യുമ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട്. അതേ മെഹർഖാനെ പരിചയപ്പെട്ടപ്പം അതിൻ്റെ ഗ്രാവിറ്റി വലുതായി. അപ്പം ഇത്തരം കമ്മ്യൂണിറ്റികളിൽ ഇടപെടുമ്പോഴും കമ്മ്യൂണിറ്റികൾ ഉണ്ടാകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കും അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പറ്റുന്ന ഏരിയകൾ അല്ലെങ്കിൽ നമ്മൾ കാറ്റലിസ്റ്റുകളാകാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ അതിന്റെ ഗ്രാവിറ്റി ഒരുപാട് വലുതാവും. അപ്പൊ അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിറ്റികൾ എന്നുള്ളൊരു ഐഡിയയിൽ എനിക്ക് ഭയങ്കര വിശ്വാസം. എനിക്ക് ഈ രണ്ടെന്ന് വന്നതിൽ നമ്മളെ പോലത്തെ ഒരാള് ഒരു സാധനം ചെയ്യുന്നവർ മാത്രമേ നമുക്കും ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു അപ്പൊ എനിക്ക് ചില്ല് ചെയ്യാന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഒരുമിച്ച്. അപ്പയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചളിയൊക്കെ പറഞ്ഞിട്ട് പോകാൻ അവിടെ പോയിട്ട് ഇങ്ങനെയൊക്കെ പിച്ച് ചെയ്ത് വന്നു എന്നുള്ളൊരു സാധനം. ഷമീർജിനെ കണ്ടപ്പോഴാണ് ലോകത്ത് ആക്ച്വലി കുറെ കാശും റിസോഴ്സും ഒക്കെ ഉണ്ട്, പക്ഷേ ആ റൈറ്റ് സെറ്റ് ഓഫ് ആൾക്കാരോ നെറ്റ്വർക്കോ ഇല്ലാത്തത് കൊണ്ടാണ്. അതായത് നമ്മുടെ ഐഡിയയുടെ കുറവുണ്ടോ ബാക്കി സാധനങ്ങളോ കൊണ്ടോ ഒന്നല്ല, പക്ഷെ മേ ബി എന്തോ നമുക്ക് അറിയാത്ത കുറച്ച് സാധനങ്ങളുണ്ട്, പക്ഷെ എന്നാലും നടക്കും എന്നുള്ള സാധനമാണ്. ഷമീർജിക്ക് ചെയ്യാൻ പറ്റിയ അറ്റ്ലീസ്റ്റ് ഷമീർജി നമുക്കെങ്കിലും പോയി ചെയ്തു തരും അല്ലെ പറഞ്ഞു തരും എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ ഇതിലുണ്ടല്ലോ. അപ്പം സോഷ്യൽ സെക്ടറിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ എല്ലാവരും ചെയ്യുന്നുണ്ട്, പക്ഷെ ടെക്കിലുള്ള സോഷ്യൽ സെക്ടർ ഒന്നും കൂടി സോഷ്യൽ സെക്ടറിൽ തന്നെ ഏലിയനേറ്റഡ് ആയിട്ടുള്ള ഫീൽഡാണ്. അപ്പൊ അതാണ് എനിക്ക് ഇപ്പൊ ടിങ്കറബ് ആയിട്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ചില്ല് ചെയ്യാൻ പറ്റുക, ടെക്കിൽ ഫണ്ട് കണ്ടെത്താൻ പറ്റുക, ആ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ടിങ്കറബ് ഭയങ്കര ടിക്ക് ചെയ്യുന്നുണ്ട്. അല്ലാതെ ടെക്ക് എന്തോ ഭയങ്കര സംഭവമാണ്, കുറെ പൈസ വേണം അല്ലെങ്കിൽ എത്ര സ്റ്റാക്ക് വേണം, അല്ലാതെ ഇതൊരു ഫണ്ട് പരിപാടിയാണ്, നമുക്ക് ചില്ല് ചെയ്യാം. വേറെ സാധനം പറയട്ടെ, കുറച്ച് വേറെ സാധനമാണ് നമ്മൾ ചില്ല് ചെയ്യാന്ന് പറയില്ലേ, അല്ലെങ്കിൽ ഒരുമിച്ച് ചില്ല് ചെയ്യാൻ പറ്റണം. അങ്ങനെ പറയുമ്പോൾ സാധാരണ ഉള്ള ഒരു സാധനമുണ്ട്, നമ്മളെ കൊളീഗ്സ് ആർ ഫാമിലി എന്ന് പറയുന്ന സാധനമുണ്ട്. അതൊരു ബിഗ്ഗസ്റ്റ് സ്കാമാണ്. എന്റെ കൊളീഗ്സ് എന്റെ ഫാമിലി അല്ല. എനിക്ക് അവരായിട്ട് ചില്ല് ചെയ്യാനൊക്കെ പറ്റുമായിരിക്കും, പക്ഷെ ടു ദ പോയിന്റ് ലൈക്ക് അതൊരു വേറെ തന്നെ ഒരു സെപ്പറേഷൻ അതിന്റെ അകത്ത് ഉണ്ട് എന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വെക്കണം എന്നുള്ളതാ. ഒരു 1 ഹാൻഡ് ഡിസ്റ്റൻസിൽ ഇതൊക്കെ വെക്കാൻ പറ്റണം. അപ്പോൾ നമ്മൾ ഈ ചില്ലയുടെ ഒരു പെർസ്പെക്റ്റീവ് പറയുമ്പോൾ ഇങ്ങനെ കുറെ കൊളീഗ്സ് ആർ ഫാമിലി അല്ലെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് കണ്ടുപിടിക്കുക, ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതൊക്കെ ഒരു ഫിഗറിംഗ് ഔട്ട് സ്റ്റേജ് കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട്. അപ്പം ഞാൻ റിയലൈസ് ചെയ്തൊരു പരിപാടിയാണ്,
എല്ലാത്തിലും നമ്മളൊരു 1 hand ഡിസ്റ്റൻസിൽ വെച്ചാൽ കുറച്ചും കൂടി മാനസികമായിട്ട് നമ്മൾ കുറച്ചുകൂടി ഫ്രീ ആയിരിക്കും. അല്ലെങ്കിൽ നാളെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പോകേണ്ട സിറ്റുവേഷൻ വന്നാൽ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റണം. അല്ലെങ്കിൽ ഭയങ്കര വെയിറ്റ് ആയിരിക്കും, നമുക്ക് മനസ്സിൽ ഭയങ്കര വെയിറ്റ് വെച്ചിട്ടൊക്കെ അവർ ഇറങ്ങേണ്ടി വരും. അപ്പം നമ്മൾ ഇരുന്ന് ചില്ല് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ, നമ്മൾ ഒരുമിച്ച് ടുഗെദർ നമ്മൾ ഗ്രോ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിലും കൂടിയിട്ട് നാളെ നമുക്ക് ഇറങ്ങി പോകുന്ന സാഹചര്യം വന്നാൽ ഇറങ്ങി പോകണം എന്നുണ്ടെങ്കിൽ ആ ഒരു ബൗണ്ടറീസ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. എനിക്ക് ആ ഒരു സാധനം ഞാൻ റിയലൈസ് ചെയ്തത് വെരി റീസെന്റ്, ലൈക്ക് ഒരു 1 year അല്ലെങ്കിൽ 1.5 years. എനിക്കതിൽ കണക്ട് ചെയ്തിട്ട് തോന്നിയൊരു തോട്ട് എല്ലാവർക്കും പെർസ്പെക്റ്റീവ് കാണിക്കും. അതായത് ഇമ്പാക്ട് സെക്ടറിലാണ് നമ്മൾ NGOയിലോ, അതായത് ഒരു പ്രൈവറ്റ് കമ്പനിയിലോ ഗവൺമെന്റിലോ അല്ല വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മളെ ലൈഫിനെ അങ്ങോട്ട് ത്യജിക്കുക എന്നുള്ളതാണ് ഓൾ പോയിന്റ് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് വെരി പ്രോബ്ലമാറ്റിക് ആണ്. ഇങ്ങനെ സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുറെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു സാധനം, ഒരു പുള്ളിക്കാരി എന്തോ NGOയിൽ വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരി പക്ഷേ കുറച്ച് വില കൂടിയ ഒരു ബ്ലേസറോ സംതിങ് കിട്ടും. അപ്പം പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ NGOയിൽ വർക്ക് ചെയ്യുന്നത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ എന്താ വെച്ചാൽ അതെന്റെ ഒരു പ്രൈഡാണ്. അപ്പൊ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓൾ പോയിന്റിലേക്ക് എനിക്ക് തോന്നിയ ഒരു ആംഗിൾ എന്ന് വെച്ചാൽ നമ്മൾ ടിങ്കറപ്പിന് ഈവൻ അതിപ്പോ എനിക്കൊന്ന് വർക്കിലും കാണും. നമ്മൾ തുടക്കത്തിലുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ എന്തോ പ്രിവിലേജ് പൊസിഷനിൽ നിന്നൊരു ചാരിറ്റി ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളും നശിച്ചു, അതായത് നമ്മളെ ലൈഫ് ഒഴിവാക്കി വെച്ചിട്ട് വേറെയുള്ളവരെ സഹായിക്കുക, ആ ഒരു കാലഘട്ടം കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ലാസ്റ്റ് ഒരു കോൺവെർസേഷനിൽ ഇന്ന് ഞാൻ കേട്ടൊരു വാക്ക് ത്രൈവ് എന്നുള്ളത്. എന്ന് വെച്ചാൽ എക്സിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിച്ചു പോവാ വേഴ്സസ് ത്രൈവ് എന്നുള്ളത് ഭയങ്കര ഡിഫറെന്റ്. അപ്പൊ എനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു യൂത്ത് വൈബ് സാധനങ്ങൾ വെച്ചിട്ട് കുറച്ചും കൂടി എങ്ങനെ കളക്റ്റീവ്ലി ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങള് ദാരിദ്ര്യം കഷ്ടപ്പാട് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ആൾക്കാർ ജീവിച്ചു പോട്ടെ എന്നുള്ളതിനെക്കാട്ടി എല്ലാവരും ഭയങ്കര പ്രൗഡായിട്ട് ഓൺ ചെയ്യുന്ന ഒരു ലൈഫ് എല്ലാവർക്കും പോസിബിൾ ആവണം, അതിന് പറ്റുന്ന പോലെ ഒരുമിച്ച് ചെയ്യാമെന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് ഡിഫറൻസ് ജനറലി ഒരു നമ്മുടെ പാരന്റ്സിന് ഉണ്ടായിരുന്ന മേ ബി അവരുടെ ഒരു റിയാലിറ്റി ആയിരിക്കും. പക്ഷെ നമ്മൾ അതിൽ നിന്ന് എന്തായാലും മൂവ് ചെയ്തു പോകും. പക്ഷെ ഈ സാധനം സോഷ്യൽ സെക്ടറിൽ ഭയങ്കരമായിട്ടുണ്ട്, സേവിയർ സിൻഡ്രോം. അല്ല, അത് ബേസിക്കലി അതുകൊണ്ടായിരിക്കാം നല്ലൊരു ശതമാനം യൂത്തും ഇത് ആസ് എ പ്രൊഫഷൻ എടുക്കാത്തത്. അതിൽ പല റീസൺ ഉണ്ട്. അതായത് നമ്മള് ഈ പറയുന്ന ഇപ്പം കേരളത്തിലൊരു സാഹചര്യം എടുത്താൽ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നത് അറൌണ്ട് 6 lakhോ 7 lakhോ യൂത്ത് ഇപ്പം ഈ NSS പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഒക്കെ പുറത്തു വരുന്നുണ്ട് എവറി ഇയർ. അവരൊക്കെ ഇത് കഴിഞ്ഞിട്ട് എവിടെ പോകുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ പറഞ്ഞ 1 year 2 year പ്രോപ്പർ ട്രെയിനിങ് അല്ലെങ്കിൽ എക്സ്പോഷർ ടു ഈ വർക്ക് കിട്ടിയിട്ട് ഇവരെയൊക്കെ ഈ പറയുന്നത് നമുക്ക് എന്തായാലും സോഷ്യൽ സെക്ടറിൽ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് സെക്ടറിൽ നമുക്ക് പ്രൊഫഷണൽസിന്റെ നീഡുണ്ട്, യൂത്തിന്റെ നീഡുണ്ട്, ലീഡർഷിപ്പ് ഗ്യാപ്പ് ഉണ്ട്. സോ ഇത് അഡ്രസ് ചെയ്യാൻ വരേണ്ടവർ അല്ലെങ്കിൽ അതിന്റെ എക്സ്പോഷർ കിട്ടിയവർ ഈ കോളേജ് തലത്തിൽ, സ്കൂൾ തലത്തിൽ ഇത്തരത്തിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് വന്നവരാണ്. നോർമലി അവരാണ് വരാൻ സാധ്യത കൂടുതൽ. ഓക്കെ, പക്ഷെ അവരെവിടെ പോകുന്നു എന്നുള്ള ചോദ്യമുണ്ട്. അതായത് അവർക്ക് യൂത്തിന് ഇത് ആസ് എ പ്രൊഫഷൻ എടുക്കുന്നതിന് അവരെ മുമ്പിൽ കുറച്ചധികം ഇതിന്റെ ഒരു ചലഞ്ച് എനിക്ക് തോന്നിയത് എന്താ പറയുക, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരു 6 ലക്ഷം കുട്ടികൾ NSS വഴി ഇറങ്ങുന്നുണ്ട് എന്നുള്ളത്. പിന്നെ സോഷ്യൽ സെക്ടറിൽ കുറച്ച് ആൾക്കാരുണ്ട്. ഈ സോഷ്യൽ സെക്ടറിലുള്ള ആൾക്കാർ ഒരു ദ്വീപും ഈ കുട്ടികൾ വേറെ ദ്വീപുമാണ്. അപ്പൊ അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നം തോന്നി. കാരണം പലപ്പോഴും സോഷ്യൽ സെക്ടറിലെ ആളുകൾ ഓരോ തന്നെ ഒതുങ്ങിക്കൂടി ഒരു സൈഡിൽ നിന്ന് ഇത് തമ്മിലുള്ള ഒരു ബ്രിഡ്ജിങ് ഭയങ്കര കുറവായിരിക്കും തോന്നുന്നു. അത് അവർ തമ്മിലുള്ള ബ്രിഡ്ജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ ഈ യൂത്തിന്റെ നീഡ് ഉണ്ടല്ലോ, അത് അഡ്രസ് ചെയ്യാൻ ഈ പറയുന്ന അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞ സാധനമാണ് ആ വൈബ്, ആ ചില്ലിങ്, ആ ഒരു ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്. ഇപ്പം ഈ സോ കോൾഡ് സോഷ്യൽ ഇപ്പം ഞാൻ ഒരു 3 year മുന്നേ അല്ലെങ്കിൽ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നവർ, ഞങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് വർക്ക് ചെയ്ത് വന്നവരാണ്. എല്ലാവരും കൂടുതലും ഈ പറയുന്ന ഇതിനെ ഭയങ്കര പവിത്രമായിട്ട് കാണുന്ന, അല്ലെങ്കിൽ ഇതിനെ കാശ് മേടിച്ച് ചെയ്താൽ അതൊരു തെറ്റാണെന്ന് കാണുന്ന, ഇവർ കുറച്ച് വില കൂടിയ ഭക്ഷണം കഴിച്ചാൽ, വില കൂടിയ കാർ ഉപയോഗിച്ചാൽ അത് തെറ്റാണെന്ന് കമ്മ്യൂണിറ്റി വിചാരിക്കുന്ന, സെൽഫായിട്ട് അവർ തന്നെ വിചാരിക്കുന്ന കൈൻഡ് ഓഫ് ആളുകളാണ് ഈ പറയുന്ന ആഫീഫ് പറഞ്ഞ ഒരു കാറ്റഗറി ഓഫ് ആളുകൾ, നല്ലൊരു ശതമാനവും. അപ്പം ആ കുട്ടികൾക്കിടയിലേക്ക് ആ ഒരു ഗ്യാപ്പ്, ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് അഡ്രസ്സ് ചെയ്യാൻ ഒരു പക്ഷേ ഇപ്പം നമുക്ക് ആ റിയലൈസേഷൻ വന്നു ഇവഞ്ച്വലി ആണെങ്കിലും, അത് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ
അത് ഈ പറഞ്ഞ കുറച്ചധികം ആളുകളെ ആസ് എ പ്രൊഫഷൻ, അതോടൊപ്പം നമുക്ക് പോളിസി തലത്തിൽ ചേഞ്ച് വേണം, അതോടൊപ്പം ആവശ്യമുള്ള റിസോഴ്സസ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അതിന് നമുക്ക് ഇപ്പൊ പറഞ്ഞ ഇപ്പൊ ഇജാസൊക്കെ ഈ ഒരു സിസ്റ്റത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ലൈക്ക് ഈ ഒരു NSS നിന്നൊക്കെ പുറത്തേക്ക് വന്നിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒക്കെ ഒരു സാധ്യതകളും ഇതിന്റെ ഒക്കെ ഒരു എല്ലാ തരത്തിലുള്ള പെർസ്പെക്റ്റീവ് അറിയുന്ന ഒരാളാണ്. അപ്പം അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാനൊക്കെ പറ്റില്ലേ? കാരണം കുട്ടികൾ ഇങ്ങനത്തെ ഇപ്പൊ വരുന്ന ജനറേഷൻ ഇതിൽ സാധ്യത ഉണ്ട് എന്നുള്ള കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഒക്കെ ബിൽഡ് ചെയ്യാൻ. അല്ല, തീർച്ചയായിട്ടും എനിക്ക് ഇതൊരു പ്രശ്നമുണ്ട്. നമ്മളിങ്ങനെ ഐഡിയൽ വേൾഡിൽ ജീവിക്കുന്നതിന്റെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സാധനം. ലൈക്ക് നമ്മളിങ്ങനെ ഇപ്പൊ പറഞ്ഞ മാതിരി സിസ്റ്റം ബിൽഡ് ചെയ്ത പ്രശ്നം തീർന്നില്ല എന്നുള്ളത് അതൊരു ഐഡിയൽ വേൾഡ് ആണല്ലോ. അപ്പം അതാണ് അതിന്റെ ഒരു കോൺഫ്ലിക്റ്റ് എപ്പോഴും. ആക്ച്വലി ഇപ്പം നമ്മള് സോഷ്യൽ എന്റർപ്രൈസ് നമുക്ക് ഈ പോയിന്റ് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അതായത് നമുക്ക് കൂടുതൽ യൂത്തിനെ ഈ പറയുന്ന സോഷ്യൽ സെക്ടറിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ അതിൽ പലതരത്തിലുള്ള ഗ്യാപ്സ് കമ്മ്യൂണിറ്റി നിലനിൽക്കുന്നുണ്ട്. അപ്പം അത് അഡ്രസ്സ് ചെയ്യാൻ പ്രോപ്പറായിട്ട് നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പം കൂടുതൽ ആളുകൾ തിരിച്ചറിയുകയും നമ്മൾ മോഡൽസ് കാണിച്ചു കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം മോഡൽസ് കാണിക്കുന്നത് കൊണ്ട് എത്ര ഈസിയാണ്, പറയുന്നതിനേക്കാളും എത്രത്തോളം എളുപ്പമാണ് ടിങ്കർ ഹബ് പോലുള്ള ഐക്യം പോലുള്ള മോഡലുകൾ കമ്മ്യൂണിറ്റിയിൽ വരുന്നത്. അപ്പം നമുക്ക് ആസ് എ ഗ്രൂപ്പ് നമുക്ക് അത്തരത്തിലുള്ള വരും വർഷങ്ങളിൽ കുറച്ച് നല്ല മോഡലുകൾ മുന്നിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ആസ് എ കളക്റ്റീവ് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൺക്ലൂഡ് എനിക്ക് തന്നെ പറയാനുള്ളത്, നമ്മള് ആദ്യം ഇതൊരു ഞാൻ സോഷ്യൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ചോയ്സ് ആണ്. ഇതുകൊണ്ട് എനിക്ക് സമാധാനം കിട്ടുന്നുണ്ട്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്, എനിക്ക് സാലറി കിട്ടുന്നുണ്ട്, എൻ്റെ ലൈഫ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്. അതൊരു സൈഡ്. അതുപോലെ ഞാൻ ഭാഗവാക്കായുള്ള കമ്മ്യൂണിറ്റികളും മറ്റും ഇതുപോലെ ആളുകളിലേക്ക് എക്സ്പോഷർ കൊടുക്കുക, ബാക്കി സെലക്ട് ചെയ്യാനുള്ള ചോയ്സ് ആളുകളുടെയാണ്. അതാണ് നമ്മളിങ്ങനെ യൂഷ്വലി നമ്മൾ സംസാരിക്കുന്ന ഒരു റാൻഡം കോൺവെർസേഷൻ ആയിരുന്നു. ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇമ്പാക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള വർക്കും അല്ലെങ്കിൽ ഐഡിയലി ഒരു POV കാര്യത്തിലാണ് സംസാരിച്ചിരുന്നു തോന്നുന്നു. റാൻഡം ആയിട്ടുള്ള രണ്ട് മൂന്ന് തോട്ടുകളാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലുള്ളൊരു POV പെർസ്പെക്റ്റീവ് എന്തൊക്കെയാണെന്നുള്ളത് സംസാരിക്കാന്നുള്ളായിരുന്നു. ഐ തിങ്ക് ഇത് വരാൻ പോകുന്ന ഒരു സീരീസിന്റെ കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പിന്നെ നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് കുറെ സാധനത്തിൽ പല എസ്പെഷ്യലി പെർസ്പെക്റ്റീവ് സാധനങ്ങൾ കിട്ടുന്നുണ്ടാവുക. കാരണം ഓരോരുത്തർ ഓരോ റിയാലിറ്റിയിലാണല്ലോ ജീവിക്കുന്നുണ്ടാവുക. സംതിങ് അതാണ് ഈ ടേബിളിൽ ഇരിക്കുന്നത്. അപ്പം താങ്ക് യു.